ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യ എന്ന് വെച്ചാൽ കടുക് വറുത്തുള്ള സാമ്പാറും പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങും പിന്നെ അവിയലും തോരനും കിച്ചടി പച്ചടി അച്ചിങ്ങക്കറി സാമ്പാർ അങ്ങനെ കുറേ ഐറ്റംസ് നമ്മുടെ മെനുവിൽ ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ഇത് നോ ഓയിൽ നോ ബോയിൽ സദ്യയാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ഒന്നും പുഴുങ്ങിയതും പൊരിച്ചതും വറുത്തതും ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. എല്ലാം നമ്മൾ പച്ചക്കാണ് കഴിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഡിഷൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്, ഡയറ്റിനൊക്കെ നല്ലതാണ്. ഇതിലുപരി നോർമൽ സദ്യയെക്കാളും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ കാണുന്ന മുമ്പൊന്ന് ലൈക്ക് അടിച്ച് വിട്ടേക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഐ എം രമേശ്, വെൽക്കം ടു Only I can make a change. Slowly take a step today. I will never be the same, 'cause that's what it takes. നമ്മൾ ആദ്യം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല നാടൻ കരിക്ക് നമ്മൾ എടുക്കുവാണ്. കരിക്കിൻ്റെ വെള്ളം വളരെ അത്യാവശ്യമാണ്, നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് മടപടാൻ പെട്ടെന്ന് കുടിക്കുക. നമ്മൾ സിമ്പിളായിട്ട് കരിക്ക് കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം വേണ്ടത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കരിക്കാണ്. ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ തേങ്ങ മിക്സി ജാറിൽ നിറയ്ക്കുവാണ്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര പേരുണ്ടെന്നതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ നിങ്ങളുടെ താല്പര്യമാണ്. നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇതിലേക്ക് 2 മുറി തേങ്ങയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 3, 4 ഇഷ്ടമുള്ള പോലെ തേങ്ങ എടുക്കാം. ഇതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ മിക്സിക്കകത്ത് തേങ്ങ നന്നായിട്ട് മരത്തിലങ്ങ് അരയ്ക്കുക. നമ്മൾ ഇതിൽ 1-ാം പാല് 2-ാം പാൽ എന്ന സെറ്റപ്പിൽ നമ്മൾ ഇതിലേക്ക് പിഴിയുവാണ്. നമ്മൾ 1-ാം പാൽ എടുക്കാൻ വേണ്ടി ഇതിലേക്ക് പിഴിയുവാണ്. അതുപോലെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സെറ്റപ്പ് തന്നെ, പക്ഷെ ഇതിലേക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. 1-ാം പാല് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 2-ാം പാല് പിഴിയുവാണ്. അതായത് അതേ തേങ്ങ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്നു. ആ ഒരു പാലിങ്ങനെ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നു. ഇതേ ബൗളിൽ തന്നെ നമ്മൾ 1-ാം പാലും 2-ാം പാലും ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുവാണേ. ആവശ്യത്തിന് മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ഒഴിച്ചിട്ടും മധുരം പോരെങ്കിൽ പഞ്ചസാര ചേർക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് തൽക്കാലം ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. പറയാം എപ്പോഴാണ് മധുരം ചേർക്കേണ്ടത്. നമ്മൾ വീഡിയോയിൽ ഉണ്ടാക്കുന്ന ഡിഷിൽ കുറച്ച് കൂടുതൽ തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. കാരണം നമുക്ക് മധുരം എന്ന് വെച്ചാൽ പായസമാണല്ലോ, പായസം എന്ന് വെച്ചാൽ മധുരമാണല്ലോ. അതുകൊണ്ട് കുറച്ച് മധുരം കൂടുതലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് നന്നായിട്ട് തന്നെ ഇളക്കി വിടുക. ശേഷം നമ്മുടെ കരിക്കിന് ആ പളുപ്പുണ്ടല്ലോ, ആ ഒരു പളുപ്പ് നമ്മൾ ഈ പായസത്തിനകത്ത് മിക്സ് ചെയ്യുവാണ്. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക, വലുതാക്കുക നിങ്ങളുടെ താല്പര്യം. പക്ഷെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഒരു പാലടപ്രഥമൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഓപ്ഷനാണ്, വേണമെങ്കിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ശേഷം നമ്മളിത് ഫ്രീസറിനകത്ത് തന്നെ വെക്കുക. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരിക്കട്ടെ. അടുത്തതായി നമ്മൾ 3 തരം തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം കപ്ലങ്ങ തോരനാണ്. ഇതുപോലെ കുനുകുനാന്ന് അരിയുക. നെക്സ്റ്റ് അടുത്ത പ്ലേറ്റിൽ ഇതുപോലെ ക്യാരറ്റ് കുനുകുനാന്ന് അരിയുക. മെയിൻ ആയിട്ടുള്ള കാര്യം രണ്ടും ഒന്നിച്ച് മിക്സ് ആവാതെ സൂക്ഷിക്കുക. ഇതിൽ അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. അങ്ങനെ നമ്മൾ ക്യാരറ്റും കപ്ലങ്ങയും അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാഴയ്ക്ക തൊലി കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഇതുപോലെ റൗണ്ടിൽ വെട്ടുക. പറ്റുവാണെങ്കിൽ വാഴയ്ക്ക എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. അപ്പോൾ നമ്മൾ തോരനുള്ള വാഴയ്ക്ക ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്യാരറ്റും ഓൾമോസ്റ്റ് റെഡി. അതുപോലെ തന്നെ കപ്പളങ്ങയും നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കപ്പളങ്ങ, വാഴയ്ക്കകത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ആവശ്യത്തിൽ കൂടുതൽ തന്നെ വെള്ളം ചേർക്കുക. ശേഷം നമ്മളിതിലേക്ക്
ഇന്ദുപ്പ്, ഒരു സ്പൂൺ ഇന്ദുപ്പ് ചേർക്കുവാണ്. ഇത് കുറച്ച് എടുക്കുന്നുണ്ട്, ഒരു സ്പൂണ്. കുറച്ച് കൂടുതൽ എടുത്താൽ അതിനനുസരിച്ചുള്ള ഇന്ദുപ്പ് ചേർക്കാം കേട്ടോ. ഇന്ദുമതിയുടെ ഉപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ദുപ്പ് എന്ന പേരിൽ നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റിനകത്തും നമ്മുടെ കപ്പളങ്ങയ്ക്കകത്തും വാഴയ്ക്കകത്തും ആവശ്യത്തിന് ഇന്ദുപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി വിട്ടിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇന്ദുപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഇതുപോലെ സ്പൂണിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് അവില് ഇതിലേക്ക് എടുക്കുക. സൈഡിൽ ഒരു പിക്ചർ കാണിക്കുന്ന പോലെ അവില് നമ്മളിവിടെ മൊത്തം അന്വേഷിച്ച് നോക്കിയായിരുന്നു, എവിടെയും കിട്ടിയില്ല. അത്ര ഈ പിക്ചറിൽ കാണുന്ന അവില് നിങ്ങൾ എടുക്കുക. അതില്ല എന്ന പക്ഷത്തിൽ ഈ ഒരു നോർമൽ അവില്, വെള്ള അവില് എടുക്കുക. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, പെട്ടെന്ന് ചോറാണെന്ന് തോന്നിക്കും. അതിനു വേണ്ടിയാണ് അവില് കഴുകിയിട്ട് ഇതുപോലെ പ്ലേറ്റിനകത്ത് ഇതുപോലെ വെതറിയിടുക. അതും പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു കുക്കിംഗ് മെത്തേഡ് കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണ്. അതിനനുസരിച്ചുള്ള ടേസ്റ്റും കിട്ടും കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് എൻ്റെ അനിയത്തി രമ്യയാണ്. നെക്സ്റ്റ് നമ്മൾ മാങ്ങയും തക്കാളിയും ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ മാങ്ങ ഇതുപോലെ രണ്ടായിട്ട് വെട്ടിയിട്ട് നന്നായിട്ട് തന്നെ അരിയുക. ഈ ഒരു മാങ്ങ തൊലിയോട് ചേർത്തിടുമ്പോഴാണ് റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ നല്ല നാടൻ മാങ്ങ നോക്കിയെടുക്കുക. സപ്പോസ് ചെയ്ത മാങ്ങയുടെ സീസൺ അല്ലെങ്കിൽ ഈ ഒരു ഡിഷ് സ്കിപ്പ് ചെയ്യാം. ശരിക്കും നമ്മൾ പുഴുങ്ങാതെയുള്ള ഒരു സാമ്പാറാണ് ശരിക്കും റെഡിയാക്കാൻ പോണത്. പക്ഷേ ഇത് റെഡിയാക്കാൻ മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ ഇതുപോലെ ചെത്തിയെടുത്ത് ജാറിനകത്ത് അടിച്ച് നമ്മളൊരു ചമ്മന്തി പരുവത്തിലാക്കാൻ പോകണം. മാങ്ങ, തക്കാളി, തേങ്ങ, കാന്താരി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അരച്ചാൽ ഈ ഒരു ചമ്മന്തിയുടെ ഒരു പരുവം കിട്ടും. കാണാൻ ഒരു തക്കാളി ചമ്മന്തിയുടെ ലുക്ക് ഉണ്ടെങ്കിലും സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടും, അത് ഉറപ്പാണ്. ശേഷം ഉള്ളത് നല്ല അടിപൊളി പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മളതിലേക്ക് സാമ്പാർ പൊടി ചേർക്കണം. സാമ്പാർ പൊടി എന്തിനാണെന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇട്ടാണ് സാമ്പാർ പൊടി ചേർക്കുന്നത്. ഏത് കമ്പനിയുടെ ഞാൻ പറയത്തില്ല, വേണമെങ്കിൽ ഏത് കമ്പനി സാമ്പാർ പൊടി ചേർക്കുക. ഓക്കെ, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക, ഓപ്ഷനാണ്. ഇതിലേക്ക് നമ്മൾ ലേശം മല്ലിപ്പൊടിയും ചേർത്താൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. ഇതുപോലെ എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ സ്വപ്നങ്ങളിൽ മാത്രമേ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. റെഡി, ടേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ജാറിനകത്ത് മാങ്ങ, തേങ്ങ, കാന്താരി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുളിയും കൂടെ ചേർക്കുവാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. നമ്മുടെ മാങ്ങയുടെ ചമ്മന്തി റെഡിയായി. ശരിക്കും ഇത് നിനക്ക് അറിയാവുന്നതുകൊണ്ട് നീ ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി വയറിളക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ചമ്മന്തിയാണത്. നെക്സ്റ്റ് നമ്മുടെ മാങ്ങയ്ക്ക് പകരം ലോലിക്ക ചേർത്ത് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുവാണ്. സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മളിത് ഉപ്പിലിട്ട ലോലിക്ക ആയതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ഒട്ടും തന്നെ ചേർക്കണ്ട. ഒരു ചമ്മന്തിക്ക് ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക, ഉള്ളിയും പുളിയും കുറച്ച് കൂടുതൽ എടുക്കുക. So elegant, just like wow. ഇതെല്ലാം കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. എന്നാൽ ലാസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് വൈസ് നല്ലതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഡിഷിന് മാങ്ങയിലാണ് ശരിക്കും കളിയിരിക്കുന്നത്. മാങ്ങ നമ്മൾ ഇതുപോലെ എടുക്കുക, രണ്ട് കുനുനാന്ന് അച്ചാറിന് അരിയുന്ന പോലെ അരിയുക. ശേഷം മുളക് ഇതുപോലെ റൗണ്ടിൽ ചെറുതായിട്ട് അരിഞ്ഞിടുക. വെള്ളം ഊറ്റിയ ശേഷം വാഴയ്ക്കകത്ത് ആവശ്യത്തിന് സവോള ചേർക്കുക. സവോള ചേർത്ത ശേഷം അതിലേക്ക് പച്ചമുളക്, പിന്നെ നുറുക്കിയ തേങ്ങ, അരച്ച തേങ്ങ ചേർക്കുക. സോ അത്രേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മിക്സ് ചെയ്യുക, സംഭവം റെഡിയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുക.
സംഭവം റെഡിയാണ്. ചെയ്യടാ, നീ ആദ്യം ചെയ്തേ. നീ ചെയ്യാ. എന്നെ കാണിച്ചു. എനിക്ക് വേണ്ട, പാനിപ്പൂരി ബേൽപൂരിയൊക്കെ വെക്കുമ്പോ നീ ഇരുന്നു. എനിക്ക് കറക്റ്റ് തോന്നുന്ന ടേസ്റ്റ് വേണം. ഓക്കെ, മനസ്സിലായി. അതുപോലെ കപ്പളങ്ങയ്ക്കകത്ത് സവോള, പച്ചമുളക്, തേങ്ങ, കുരുമുളക് റിപ്പീറ്റ് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പരിപാടി റെഡിയായി. അവസാനം കഴിച്ചിട്ടേ ബാക്കി നോക്കാം. ഒന്നുകൂടെ പറഞ്ഞേ. വീട്ടിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് കാട്ടിലോ പറമ്പിലോ അമ്മ എല്ലാം കഴിഞ്ഞിട്ട് പറമ്പിലല്ലേ ട്രൈ ചെയ്തു. നാളെ നീ എന്താണ് 18 വയസ്സ് താഴെയുള്ളവർ, ഹൃദയബലഹീനമായവർ, പ്രഗ്നന്റ് ലേഡീസ് ഈ പാചകം നിങ്ങൾ കഴിക്കില്ലേ? എണ്ണയുടെ സ്പെഷ്യലാണ്. പറയാനൊന്നുമില്ല. സെയിം മെത്തേഡ്. ക്യാരറ്റ്, സവോള, പച്ചമുളക്, തേങ്ങ, സെയിം റിപ്പീറ്റ്. പരിപാടി സിമ്പിളാണ്, പക്ഷെ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോന്നും ഓരോ ടേസ്റ്റാണ്. സെയിം മെത്തേഡ് റിപ്പീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമാണ്. മാങ്ങ എന്തിനാണ്? ക്യാരറ്റ് തോരൻ റെഡിയായി. നീയേ ചെയ്യുന്നുള്ളൂ, ഞാൻ ഇത്രയോ ഒത്തിരി ഉണ്ടാക്കിയിട്ട് മൊത്തം ഞാൻ തിന്നണം. നീ തിന്നോ? നീ അല്ലായിരുന്നു തുള്ളിച്ചാടിക്കൊണ്ടിരുന്നത്. ഞാൻ കുറച്ചുണ്ടാക്കുമ്പോൾ ഒരു രണ്ടാമണ്ടാവും ഞാൻ വിചാരിച്ചോ. ഞാൻ അര ക്യാരറ്റ് എടുത്തു. ഇതൊക്കെ മനുഷ്യർ ഡയറ്റുള്ളത് ജിമ്മിനൊക്കെ ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക്, ഇതൊക്കെ ഹെവി വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇത് കഴിച്ചാൽ ഒരാഴ്ച ജിമ്മിൽ പോകണ്ട. അങ്ങനെ ഇരിക്കുന്നു. ഞാൻ ആകെ ട്രൈ ചെയ്യാൻ പോകുന്ന ഇത് മാത്രമേ നേരെ ഒറ്റ ഫുഡ് മുളക്. നമുക്ക് നെക്സ്റ്റ് നമ്മൾ മാങ്ങ, പിന്നെ അതിലേക്ക് നമ്മൾ സവോള, പച്ചമുളക്, പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ചാറ്റ് മസാല ചേർക്കുവാണ്. ചാറ്റ് മസാല നമ്മൾ ഇന്ന് മാങ്ങ ചമ്മന്തി, മാങ്ങ തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. സെയിം നാച്ചുറൽ മെത്തേഡാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഏകദേശം ഇന്നത്തെ ഡിഷ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. This is gabranga. ഓരനും കറികളും എല്ലാം ചേർത്ത് ലാസ്റ്റ് മാറ്റി വെച്ച ആ ചോറ്, അവില് ചോറ് നമ്മളിതിലേക്ക് ചേർക്കുവാണ്. അവിലാണെങ്കിൽ ചോറിൻ്റെ ഒരു ഇതുണ്ടാവും, പക്ഷേ ഇത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ അവിൽ തന്നെ എടുത്തത്. ഇതാണ് രമ്യയുടെ ചോറ്. ഇത് ചാറ്റ് മസാല വെച്ച് പിന്നെ മാങ്ങ,
മാങ്ങ സലാഡ് കുഴപ്പമില്ല. എന്തോ മാങ്ങ ചമ്മന്തി, എന്തോ സാധനം റൂബിക്ക ചമ്മന്തി, വാഴക്ക തോരൻ കുഴപ്പമില്ല. റൂബിക്ക ചമ്മന്തി കുഴപ്പമില്ല, മാങ്ങാതിനും കുഴപ്പമില്ല. ക്യാരറ്റ് തോരൻ ഇതൊക്കെ ചുമ്മാ കിട്ടണം. വേവിച്ചതൊന്നും പറയത്തില്ല. വേവിച്ചത് വെച്ചതാന്നേ പറയത്തുള്ളൂ. കപ്പളങ്ങ കുഴപ്പമില്ല, കാര്യമായിട്ട് പറഞ്ഞ കുഴപ്പമില്ല. ഇത് മറ്റേ വാഴക്ക തോരൻ എനിക്ക് ഇത് ചാറ്റ് മസാല വെച്ചു. ഇതും ഒന്നും വെച്ച് വേണ്ട. ആദ്യമൊക്കെ വിചാരിച്ചു ഇനി അവില് നമ്മൾ ഉദ്ദേശിച്ച അവില് കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ചോറാക്കി സംഘത്തില്ല. സാമ്പാർ കുഴപ്പമില്ല. സാമ്പാർ മറ്റേ തേങ്ങാ ചമ്മന്തി പോലെയൊക്കെ ഇടയിലുള്ള കഴിയാം. തക്കാളി ചമ്മന്തി പോലെ സാമ്പാർ എന്ന് പറഞ്ഞില്ല, പക്ഷെ തക്കാളി ചമ്മന്തി എന്ന് സങ്കല്പിച്ച് കഴിക്കാം. കുഴപ്പമില്ല. അത് ഇഡലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഈ ചാറ്റ് മസാല ഇട്ട ഒരു മാങ്ങ ഉണ്ടല്ലോ, ഈ ഒരു കറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. ശരിക്കും ഈ ഒരു കറികളെല്ലാം വേവിച്ചെടുത്തതാണെന്നേ പറയത്തുള്ളൂ, അത്രയും ടേസ്റ്റാണ്. മന്തിയാണെങ്കിലും നോർമലായിട്ട് നമുക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ലോലിക്കാണെങ്കിലും ആ ഒരു ഉപ്പിലിട്ട് ടേസ്റ്റും ആ ഒരു മെത്തേഡ്, ആ ടേസ്റ്റിൻ്റെ മെത്തേഡൊക്കെ ഒരുപാട് വ്യത്യസ്തമുണ്ട്. ഡിഷിൻ്റെ കൂടെ എല്ലാം തന്നെ ഈ ഒരു ഡിഷ് നന്നായിട്ട് തന്നെ യോജിച്ച് പോകുന്നുണ്ട്. ആണോ? ഇത് ശരിക്കും നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാരറ്റ് തോരനൊക്കെ അല്ലേ, ഈ ക്യാരറ്റ് തോരനൊക്കെ നല്ല പുഴുങ്ങിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കുക്കിംഗ് മെത്തേഡ് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലേ ആരും തന്നെ വിശ്വസിക്കില്ല, അത്ര ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സാമ്പാറാണെന്ന് പറഞ്ഞാലും തക്കാളി ചമ്മന്തിയുടെ ഹെവി ടേസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അത്ര ഹെൽത്തിയാണ്, അത്ര രുചികരമാണ്. എന്തായാലും വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച പായസം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മളിത് കഴിച്ച് നോക്കാം. ചിക്കൻ്റെ പായസമാണ്, സോ നമുക്ക് എളുപ്പമായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റ്. ആ മിൽക്ക് മെയ്ഡിൻ്റെ ആ ടേസ്റ്റാണ് ഹെവി ആയിട്ട് നിൽക്കുന്നത്. മധുരം പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മധുരം ആവശ്യത്തിന് ചേർക്കാൻ കേട്ടോ. ഒരു പാലടപ്രഥമൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ ഈ ഒരു കരിക്കുണ്ടല്ലോ, ഈ കരിക്കും ഈ ഒരു പായസവും നന്നായിട്ട് ചേരുന്നു. നിങ്ങൾ ഈ സദ്യ ഒന്നും തന്നെ ട്രൈ ചെയ്തില്ലെങ്കിലും ഈ ഒരു പായസം മാത്രമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റിയാണ്. ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ലോകത്തിലെ ഒരേ ഒരു പായസമാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. പാലടപ്രഥമൻ 916 പാലടപ്രഥമൻ തന്നെയാണ്. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ തുടർന്നുള്ള നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡിഷുമായി നമ്മൾ ഇനിയും കാണാം. ടാറ്റ, ബൈ ബൈ.